ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 32 റിവ്യൂ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച ജാൻമണി ഹോട്ട് സീറ്റിലിരുന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഞായറാഴ്ച. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും ഒക്കെ കണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ചിരിക്കുകയുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശാപമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ വണ്ടി പോയി വേറെ 2 വണ്ടികളെ സ്പർശിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ ആ വഴിക്കും പോയി. അതിനുശേഷം ഇങ്ങനെ അവിചാരിതമായിട്ടുള്ള വള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ളത് എനിക്കറിയില്ല. ജാൻമണി എന്തെങ്കിലും തിരിച്ച് നല്ലത് വല്ലതും പറഞ്ഞ് പുള്ളിക്കാരിക്ക് വേണ്ടി വല്ല PR വല്ലതും ചെയ്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ എപ്പിസോഡ് ലൈവ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് സിബിനെയാണ്. സിബിൻ ഇങ്ങനെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത്, ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ കാതോർക്കും, എന്താണ് ആശാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം സിമ്പിളായിട്ട് ക്ലിയറായിട്ട് പോയിന്റുകൾ പറയുന്ന, അനായാസമായിട്ട് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ഈ സീസണിൽ സിബിനാണ്. സിബിൻ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ലൈവിൻ്റെ കഥയൊന്നും പുള്ളിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. പുള്ളി അങ്ങോട്ട് ജീവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ശ്രീതു, അതേപോലെ തന്നെ അപ്സര, ഈ സീരിയൽ രംഗത്തുള്ള ആളുകൾ, ശരണ്യൊക്കെ. എന്നാൽ അവർക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോലും പുള്ളിക്ക് ഒരു മടിയില്ല. കാരണം ഇന്ന് ആ ഒരു ചലഞ്ച് 2ൻ്റെ ഭാഗമായിട്ട് അപ്സര ശ്രീധുവിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, അത് ഫുള്ളായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്സര ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം റിവീലായി. അത് കേട്ട് ശ്രീധു ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരുന്ന സമയത്ത് അവിടെ ഒരു സാധ്യത കണ്ടെത്തി അങ്ങടേക്ക് അപ്സരയെ കൊണ്ടുവന്ന് എത്തിച്ച ആളാണ് സിബിൻ. അപ്പോൾ അതിനിടയിൽ അവർ തമ്മിലൊരു ചെറിയ പ്രശ്നം, അപ്സര ആകെ മൊത്തം വയ്യാണ്ടായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം പൂജയോടൊക്കെ പറയുന്നത് കേട്ടില്ലേ, ചെറിയൊരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ്. ശരിക്കും പുള്ളി പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. അവിടെയുള്ള പല ആളുകളും ഇങ്ങനെ ഷീൽഡായിട്ട് ഒരാളെ നിർത്തുന്നു, അതേപോലെ തന്നെ അളിയൻ ഗെയിം കളിക്കുന്നു, ആങ്ങളപെങ്ങൾ ഗെയിം കളിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തതയാണ് ഇങ്ങനെയുള്ള ചില പരിപാടികൾ. ആർക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഉപദ്രവമില്ലാത്ത, നമുക്ക് നെഗറ്റീവ് തരാത്ത നൈസായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ. ഇപ്പോൾ അൻസിബ, സിബിൻ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ വളരെ കുഞ്ഞൊരു ഇഷ്യൂ ആണ്. അത് ഇന്നലെ കണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ഞാനത് വിട്ടുപോയി. അതിനിടയിലേക്ക് ഋഷി എപ്പോഴും വന്നിട്ട് പോയിന്റ് പറയാൻ വരും. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ഒരു ഇഷ്യൂവിലും ഋഷി അൻസിബയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി സിബിൻ്റെ ഇടയിലേക്ക് വരികയാണ്. അത് സിബിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുന്നു. ഇതുപോലുള്ള പല കാര്യങ്ങളെയും സിബിൻ നല്ല രീതിയിൽ എടുത്ത് കൊട്ടുന്നുണ്ട്. അതാണ് സിബിൻ്റെ ഗെയിം. സിബിൻ വളരെ നൈസായിട്ട് ഋഷിയൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്ന സീൻസൊക്കെ നമ്മൾ വൈകിട്ട് കണ്ടതാണ്. അതേപോലെ ജാസ്മിനൊക്കെ കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അത് ജാസ്മിൻ്റെ അടുത്ത് സിബിൻ ഇറക്കുന്ന ഗെയിമാണോ? അല്ല. പുള്ളിയിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം കൊടുക്കാനുള്ളത് നൈസായിട്ട് കൊടുക്കും. അവിടെ ജാസ്മിന് ശരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ എത്ര ആൾക്കാർ എന്ത് ഗെയിം കളിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ജാസ്മിനെ അതൊന്നും അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ സിബിൻ്റെ 1-2 ഡയലോഗിൽ ജാസ്മിൻ അങ്ങ് ഇരുന്ന് പോയി. പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അതും ഇതുമൊക്കെ പറഞ്ഞു. പിന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഈ കയ്യടികൾ അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനെയും ഗബ്രി എഴുന്നേൽപ്പിക്കുന്ന സമയത്ത്, ജാസ്മിനെ വഴക്ക് പറയുന്ന സമയത്ത് ഓഡിയൻസ് കയ്യടിക്കാറുണ്ട് സന്തോഷത്താൽ എന്നുള്ളത് ഗബ്രിയോട് കഴിഞ്ഞ ദിവസം പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ ലൈവിൽ കേട്ടിരുന്നു. അപ്പോൾ അതെല്ലാം ജാസ്മിൻ്റെ മൈൻഡിലുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ ഇന്ന് ബിഗ് ബോസിനോട് ഒരു സൈക്കോളജിസ്റ്റിനെ വേണം എന്നൊക്കെ പറയുകയുണ്ടായി. ബിഗ് ബോസ് അനുവദിച്ചില്ല. കിടിലൻ പ്ലെയർ ആണ് എന്ന് ഫ്രഷായിട്ട് എല്ലാവരോടും പറയുന്നത് പോലെ ജാസ്മിനോടും പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ജാസ്മിനിലേക്ക് നമുക്ക് പിന്നീട് വരാം. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഹൈപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളുണ്ടായിരുന്നല്ലോ, സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. അണ്ണൻ എന്തുവാണ്, അണ്ണനെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും കിട്ടണില്ല. കാരണം ഒറ്റ സെക്കൻഡൊക്കെ കാണിക്കത്തുള്ളൂ, അപ്പോൾ തന്നെ പുള്ളി അങ്ങോട്ട് മാറിപ്പോവും. പിന്നെ പല ആളുകളും വല്ലാണ്ട് പുള്ളിയെ കളിയാക്കുന്നതൊക്കെ കണ്ടു. ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറയണത്, നിങ്ങളൊരു 10-70 ദിവസം കൂടെ ഒരു അവസരം കൊടുക്കുക, അണ്ണൻ്റെ ഗെയിം പുറത്തു വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ വേറെ റേഞ്ച് കളികളായിരിക്കും. പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കർമ്മനിരതനാണ്. കർമ്മനിരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലികൾ അത് എവിടെ പോയാലും ചെയ്യും. പുള്ളിയുടെ വിവാഹത്തിൻ്റെ അന്ന് പുള്ളി വിവാഹം കഴിക്കുന്ന ആ ഒരു നിമിഷം പോലും വീഡിയോ സ്കെഡ്യൂൾ ചെയ്തിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേറെ കണ്ടൻറ്റൊക്കെ. അപ്പോൾ അത്ര കർമ്മനിരതനാണ്. അതുകൊണ്ട് അത്ര കർമ്മനിരതനായിട്ടുള്ളൊരു വ്യക്തിയെ അതിനകത്തേക്ക് ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. പുള്ളിക്ക് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയേണ്ടതുണ്ട്, അകത്തെ കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ്. നമ്മളോടൊരു ദിവസം വന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അയാളെ കൊണ്ടൊരു ഹൗസിലേക്ക് വിട്ടിട്ട് അത് പറയരുത് ഇത് പറയരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആവണമെന്ന് എല്ലാവരും പറയുമല്ലേ. അങ്ങനെ പുള്ളി ഒറിജിനലായപ്പോൾ ബിഗ് ബോസ് പിടിച്ച് വാൺ ചെയ്ത് അങ്ങനെ പുറത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഫൈനൽ വാണിങ്ങാണ് പിടിച്ച് പുറത്താക്കുമെന്നൊക്കെ രാവിലെ പറയുകയുണ്ടായി. സൈ അത് അഫക്റ്റ് ചെയ്തില്ല. സൈ പറഞ്ഞ് ഇതൊക്കെ ഒരു പ്രൊമോഷനായിട്ട് എടുത്താൽ മതി, എൻ്റെ പേരൊക്കെ ബിഗ് ബോസ് പറഞ്ഞില്ല, അങ്ങനെ ഒരു ടോണിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുറത്തെ കാര്യങ്ങൾ അകത്ത് കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഗെയിമിനുണ്ടായോ? ഞാനിപ്പം ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്. എനിക്ക് സായിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം സായുടെ കയ്യിൽ കുറച്ച് സ്റ്റഫുണ്ട്.
അത് 2-3 ദിവസം കൊണ്ട് കഴിയും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ ഒരു ബേസിക് ക്യാരക്ടർ പുറത്തേക്ക് വരും. ഇങ്ങനെയുള്ള ഒരാളല്ല പുള്ളി. അപ്പോൾ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ കാണിക്കാൻ പറ്റുന്ന ചില മണ്ടത്തരങ്ങളൊക്കെ പുള്ളി കാണിക്കും. അപ്പം അത് ഒരു ടോക്കായിട്ട് വരും, ഒരു ഇഷ്യൂ ആയിട്ട് വരും. അതിൽ പുള്ളി പിടിച്ചു കയറും. അപ്പോൾ അവിടെ 4 കാലം വീഴാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഗെയിം പുള്ളി ഇറക്കുകയും ആ ഒരു ഗെയിം അടിപൊളിയായി മാറുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷിക്കണമല്ലോ. അതാണ് നമ്മുടെ സായിയുടെ ഗെയിം. സായി വന്ന സമയത്ത് ഒതുങ്ങിപ്പോയൊരു മച്ചാനുണ്ടായിരുന്നു, അത് ജിൻഡോയാണ്. ഈ സായി എന്തൊക്കെയോ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയോ ജിൻഡോയോട് പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന പല സാധനങ്ങളും നമ്മളെ ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ജിൻഡോയെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ജിൻഡോ അതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. ജിൻഡോയും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കയറി വന്ന കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീതു ഒക്കെയാണ്. സിവിൻ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ശ്രീതുവിന് നല്ല ചാൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ഋഷിയുടെ കേസിലൊക്കെ നിനക്ക് ശ്രീധുവിനോട് പുച്ഛമല്ലേടാ എന്നൊക്കെ ഓപ്പണായിട്ട് അങ്ങ് ചോദിച്ചപ്പോഴത്തേന് ശ്രീധു നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡൗൺ ആവുമല്ലോ. ശ്രീധു അപ്പോഴത്തേന് ആത്മാഭിമാനത്തോടെ ഇങ്ങനെ നേരെ നിന്ന് എൻ്റെ കാര്യം ചോദിക്കാൻ ഒരാൾ വന്നടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നൈസായിരുന്നു. നിനക്ക് അഹങ്കാരമാടാ കൊച്ചിറക്കാന്നൊക്കെ പുള്ളി വിളിച്ച് എന്ത് നൈസായിട്ടാണ് സിബിൻ അത് ഡീൽ ചെയ്യുന്നത്. അതേപോലെ ഈ സാധനം ഡ്രാഗ് ചെയ്ത് ഒത്തിരി ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല സിബിൻ. പുള്ളി അത് അവസാനിപ്പിക്കും. പുള്ളി ഒരു പാട്ട് പാടി അവസാനിപ്പിക്കും. ആ ഒരു പാട്ടിൽ ഏത് വലിയവനും വീണു പോകും. അത് ജാസ്മിനാണെങ്കിലും ഋഷിയാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അവസാനം ഒരു പാട്ട് പാടി അവരെ അങ്ങ് ഉറക്കി വിടും. പുള്ളി എന്താണോ നമുക്ക് ഓഫർ ചെയ്തത് അത് പുള്ളി ഇടുന്നുണ്ട്. എല്ലാത്തിനകത്തും ഫൺ എലമെൻറ്റ്സ് ഇടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. ലൈവ് അപ്ഡേറ്റുകൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരിയധികം കാര്യങ്ങൾ എപ്പിസോഡ് റിവ്യൂയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഞാൻ വളരെയധികം ചുരുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ വലിയ ടഫാണ് ഇത് എഡിറ്റ് ചെയ്ത് സമയത്ത് എത്തിക്കാൻ വേണ്ടി. മോർണിംഗ് സെഷൻ എന്താണ്? പാട്ട് കഴിയുമ്പോഴത്തേന് അസംബ്ലി, ഒരുമാതിരി പിള്ളേരെ സ്കൂളിൽ പിടിച്ചിരുത്തുന്ന പോലെയുള്ള അസംബ്ലി ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അസംബ്ലിയിൽ നമ്മളറിയാത്ത പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അത് പ്രകൃതിയുടെ ചില വിളികളാണ്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ സഹിച്ചിട്ടാണ് അവിടെ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അവരെയാണ് പിടിച്ചു നിർത്തി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഋഷിയൊക്കെ ഒരു 3 തവണ പറഞ്ഞു അവന് ബാത്റൂമിൽ പോകണമെന്നുള്ളത്. അപ്പോഴും അപ്സര അവിടെ ബാത്റൂമിൽ ഇന്നലെ വെച്ച റീസറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മറ്റേ ലീഡർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻസിബയാണെന്നുണ്ടെങ്കിൽ അപ്സരയായിട്ട് അടുക്കുന്നില്ല. കാരണം അപ്സര സ്കൂൾ ലീഡർമാരെ പോലെയാണ്, ഓർഡർ ഇടുന്നു. അതൊന്നും അൻസിബയായിട്ട് നടക്കത്തില്ല എന്നുള്ളത് അൻസിബ പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ സിബിൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അൻസിബ ഇതിനോട് സഹകരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ തൊട്ട് സഹകരിക്കുന്നില്ല. കാരണം ഒരാൾ സഹകരിക്കാതിരിക്കുന്നു, അയാൾക്ക് പ്രത്യേകിച്ച് ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല, ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ സഹകരിക്കേണ്ടത്? അപ്പോൾ ഇത് പവർ ടീമിന് ഒരു വലിയ ഷെയിമായി പോയതുകൊണ്ട് അൻസിബയെ പണിഷ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. അപ്പോൾ ആര് പറയും അൻസിബയോട്? അവസാനം 4 പേരും കൂടെ ധൈര്യം സംഭരിച്ച് പോയി അൻസിബയോട് പറയുകയാണ്. അതും പുറകിൽ നിന്നിട്ട് കണ്ടു പറഞ്ഞു അൻസിബ ഓക്കെ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. അൻസിബയാണ് നാളെ അസംബ്ലി ഓർഗനൈസ് ചെയ്യേണ്ടത്. അതാണ് പണിഷ്മെൻറ്റ്. അതേപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ജാൻമണിയാണ് ഈ ഒരു പരിപാടിക്ക് വരാത്തത് എന്നുണ്ടെങ്കിൽ ജാൻമണിയെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വായു ജാൻമണിക്കുട്ട വന്നെന്ന് ഇതിനകത്തൊന്ന് പങ്കുകൊള്ളു എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കും. അവസാനം ജാൻമണിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അവിടെ വന്ന് നിൽക്കും എന്നുള്ളൊരു പോസിറ്റീവ് പുള്ളിക്കുണ്ട്. പക്ഷെ അൻസിബയുടെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അപ്സര പോകുന്ന പോലുമില്ല. അത് സിബിൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ചിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലേക്ക് വരിക. അത് അപ്സരയുടെ ഈഗോനെ തൊട്ടതുപോലെ ആയതുകൊണ്ട് അവർ തമ്മിൽ പിന്നെ ഒരു പ്രശ്നം, അത് പിന്നെ അവിടെ സോൾവ് ആയി. മോർണിംഗ് ആക്ടിവിറ്റി ഇന്ന് ചെറുതായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. കാരണം മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇട്ടുകൊടുത്ത ഒരു മരുന്നാണ് പിന്നീട് വലിയൊരു സംഭവമായിട്ട് മാറിയത്. കൂട്ടത്തിലുള്ള കണ്ടസ്റ്റൻസിനെ ആയിട്ട് നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ, 1 ഡേ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ, 1 ഡേ ട്രിപ്പാണോ എന്താണെങ്കിലും ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെയും കൊണ്ടുപോകും, എവിടേക്ക് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഋഷി അൻസിബയെ കൂട്ടി ഒറ്റ ദിവസം കൊണ്ട് മണാലിക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലേക്കാണ് എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 1 ഡേ ട്രിപ്പ് അല്ലായിരിക്കും കേട്ടോ. ശ്രീതു ദുബായിക്ക് പോവുകയാണ് ശരണ്യെ കൂട്ടി. അർജുനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് അശരീരിയായി കേൾക്കാൻ പറ്റി. അർജുൻ ഋഷിയും കൊണ്ട് നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ്, അത് കൊച്ചിയിൽ. ശ്രീരേഖ റസ്മിനെയും കൂട്ടി മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്, അത് വല്ലാത്തൊരു ഫീലായിരിക്കും. അഭിഷേകിനെയും കൂട്ടിയിട്ട് അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള LGBTQ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആൾക്ക് കുറച്ച് തിരിച്ചറിവുകൾ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു സംഭവമുണ്ട്. ഇവർ 2 ആൾക്കാരും 2 വലിയ ഗ്യാങ്ങിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അഭിഷേക് ശ്രീകുമാർ ഇന്ന് വെളിവാക്കിയത്. നേരത്തെ തന്നെ അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്യാങ് വാറുകളാണ് പുറത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് ജാസ്മിനോട് ഇത് പറയുന്നുണ്ട്, ഞങ്ങൾ റൈവൽസാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അഭിഷേക് അബി എന്ന് പറയാം. അബി സത്യം പറഞ്ഞാൽ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ശ്രീകുമാർ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിന് കൊടുത്തിരിക്കുന്ന ഉറപ്പിന്മേലാണ്
അഭിഷേക് ശ്രീകുമാർ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഓർക്കുന്ന സമയത്ത് ഈ LGBTQ വിരുദ്ധത പറയുന്നത്. അല്ലാത്ത സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് ബിഗ് ബോസിൽ കളിക്കണമെന്നുണ്ട്, ആൾക്കാരോട് വർത്താനം പറയണമെന്നുണ്ട്, മര്യാദയ്ക്കൊക്കെ പോകണമെന്നുണ്ട്, ആരോടും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് പുറത്ത് മറ്റേ ഗ്യാങ് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി കുറേ ഐഡിയോളജി സാധനം എന്നൊക്കെ പറഞ്ഞ് എടുത്തിടുകയാണ്. അതൊന്നും നിൽക്കത്തൊന്നുമില്ല, ബാക്കിയുള്ള ആൾക്കാർ അനുവദിക്കത്തില്ല. അതേപോലെ പുള്ളി നിൽക്കുന്ന ടീമൊന്നും വലിയ കുഴപ്പമില്ലാത്ത പിള്ളേരുടെ ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി നൈസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് അഭിഷേക് ശ്രീകുമാർ വരുന്നുണ്ട്. മര്യാദ ആണെങ്കിൽ മര്യാദ. പിന്നെ നമുക്ക് പ്രശ്നം സിബിൻ ഋഷിയെ കൂട്ടിയിട്ട് ദുർഗുണ പരിഹാര പാഠശാലകളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, ഋഷിയുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി. ഇതിനുശേഷം സായിയെ ബിഗ് ബോസ് വാൺ ചെയ്യുന്ന ഒരു സീൻ എടുത്ത് കാണിച്ചിരുന്നു. ഇത് ലൈവിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സായി ഇപ്പോൾ ബിഗ് ബോസിനോട് ചൂടാവുമായിരിക്കും. പറ്റില്ല സാർ, എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ പുള്ളി ചൂടൊന്നും ആയില്ല. പക്ഷെ അതിനുശേഷം പോയിട്ട് ഋഷിയോടൊക്കെ പുറത്തെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിയുടെ ആ സ്റ്റഫേ ഉള്ളൂ, അല്ലാതെ വേറൊരു സ്റ്റഫില്ല. അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പുള്ളിയുടെ പരിപാടി. പുതിയൊരു സാധനം പുള്ളി ഉണ്ടാക്കിയെടുത്തില്ല, ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ മറ്റേ യൂട്യൂബിലുള്ള പരിപാടിയൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും തോന്നുന്നത്. പക്ഷേ കയറി വരും, അങ്ങനെയല്ലേ നമുക്ക് പരിചയക്കാരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം ചലഞ്ച് 2 ആണ്. ക്യാപ്റ്റൻ നമ്മുടെ ജാസ്മിൻ. ക്യാപ്റ്റനെ കുറിച്ചിട്ട് പൊതുവേ ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. ക്യാപ്റ്റനെ ആർക്കും ഇഷ്ടമില്ല. അത് ഹൗസിൽ ഉള്ളവർക്കും പുറത്തുള്ളവർക്കും ഇഷ്ടമില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ക്യാപ്റ്റനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതെന്നുള്ളത്. ശരിയാണ്, ചില ഗെയിമൊന്നും നമുക്ക് പറ്റില്ല. ഗെയിമല്ല, ചില അപ്രോച്ചുകൾ, അതിപ്പം ഒരുമാതിരി പെരുമാറ്റം എന്നൊക്കെ പറയുന്ന സില്ലി റീസൺസിൽ നമുക്ക് ജാസ്മിനോട് യോജിപ്പില്ല. ഹൈജീൻ്റെ കാര്യം അതിനോടൊന്നും നമുക്ക് എന്തോ പോലെയാണ്. പക്ഷേ ഗെയിമർ എന്നുള്ള രീതിയിൽ ജാസ്മിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ജാസ്മിനെ അങ്ങോട്ട് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ ആരുണ്ടോ അവിടെ ഗെയിം കളിക്കാനായിട്ട്? വേറെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്, സീനിലേ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്ന ജാസ്മിനേ ഉള്ളൂ. ജാസ്മിനെ നല്ല രീതിയിൽ ബിഗ് ബോസ് പിഴിയുന്നുണ്ട്. ജാസ്മിനാണ് കണ്ടന്റ്, ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിന്ന് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ, അഫക്റ്റ് ചെയ്യുന്ന ഒരാൾ. ഇപ്പം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്താണ്? നന്ദനൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു ഗെയിമാണിത്. നന്ദന പറയുന്നത് പോലെ കാണിക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അശ്ലീലത കലർന്ന ഒരു അറ്റാക്കാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് എന്താ പറയുന്നത്, എത്ര വലിയ പ്രശ്നമാണ്. അത് ഗബ്രിയുടെ കാര്യത്തിലാണ് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നുന്നത്. കാരണം ഗബ്രി ഭയങ്കരമായിട്ട് മറ്റുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് കടന്നു കയറും, അവരുടെ സ്പേസ് എടുക്കും. ജാസ്മിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഗബ്രി ചിന്തിക്കുന്നില്ല. ജാസ്മിൻ എന്തെങ്കിലും തരത്തിലൊന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗബ്രി അനുവദിക്കത്തില്ല. ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ്, അല്ലാതെ എനിക്ക് ജാസ്മിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ചലഞ്ച് 2 ടാസ്ക് നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഉത്തരം ജാസ്മിൻ്റെയിലുണ്ട്. ചോദ്യം കേൾക്കുന്ന ടീം ബസറമർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഉത്തരം പറയാം. എത്ര തലയണകളുണ്ട്, കബോർഡ് എത്ര എണ്ണം ഉണ്ട്, എത്ര ഡോറുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നെ വാഴകൾ എത്രയുണ്ട്, അവിടെ വാഴ വെച്ചിട്ടുണ്ടല്ലോ, വാഴകളുടെ കാര്യം പറഞ്ഞ സമയത്താണ് പവർ ടീമിലുള്ള ആളുകൾക്ക് ഇത് പുറത്ത് നിന്നേ കാണാൻ പറ്റുള്ളൂ, അവർക്ക് അകത്ത് കയറി ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വാഴകളുടെ എണ്ണം. പിന്നീട് ഉള്ള സംഭവം, ഈ കണ്ടസ്റ്റൻസ് മറ്റ് പല കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ ആരോട് പറഞ്ഞു എന്നുള്ളതൊക്കെ പറയണം. അപ്പോൾ ആ ഒരു പറച്ചിലിനിടയിലാണ് അപ്സര ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമൊക്കെ റിവീൽ ചെയ്യപ്പെട്ടത്. ഒരു കഴുതയാണോ ഋഷി എന്ന് ശരണി ചോദിച്ചൊരു കാര്യം പുറത്തായത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അപ്സര ശ്രീധു തമ്മിലൊരു ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ടായി. അപ്പോൾ ഈ ജാസ്മിൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഉത്തരങ്ങൾ പറയുന്ന സമയത്തും സ്വാഭാവികമായിട്ടുള്ള പൊതുവെ ഒരു അതൃപ്തിയുണ്ട്. ക്യാപ്റ്റനെ അധികം ആളുകൾക്ക് അങ്ങോട്ട് താല്പര്യമാവുന്നില്ല, എന്താണെന്നറിയില്ല. ഈ വൈൽഡ് കാർഡൊക്കെ വന്നപ്പോഴത്തേനും മൊത്തത്തിൽ എല്ലാ ആൾക്കാരും ജാസ്മിൻ ഇപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് മറ്റൊരു വാഗ്വാദം, പ്രൊമോയിലൊക്കെ വന്ന വാഗ്വാദം അത് ഉണ്ടാവുന്നത്. നമ്മുടെ ഋഷിയും സിബിനും തമ്മിൽ ഈ രാവിലത്തെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞൊരു കാര്യം, അതിൻ്റെ കാരണം ഋഷിക്ക് അറിയണം. അപ്പോൾ സിബിൻ ഒറ്റ വാക്കി പറഞ്ഞ്, നീ ഒരു അഹങ്കാരിയാണടേ എന്നുള്ള ഒറ്റ വാക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് സിബിനെ പറയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് ഇതുവരെ പറയാൻ പറ്റിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി പിണങ്ങുമായതുകൊണ്ടായിരിക്കാം അത് ഇതുവരെ ആരും പറഞ്ഞില്ല. അതേപോലെ മുഖത്ത് നോക്കി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നിനക്ക് ശ്രീധുവിനെ ഭയങ്കര പുച്ഛമല്ലടാ, നീ ശ്രീധുവിനെ എപ്പോഴും പുച്ഛിക്കാറില്ലേ, നിനക്ക് ശ്രീധുവിനൊരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോഴത്തേന് ഋഷിക്ക് മനസ്സിലായി ചെറിയ രീതിയിൽ കയ്യിൽ നിന്ന് പോയെന്നുള്ളത്. പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കി. സിബിൻ്റെ അടുത്തായതുകൊണ്ട് കരയാനോ തെറി വിളിക്കാനായിട്ടോ ഷെയിം ചെയ്യാനോ ഒന്നും പോയില്ല. വല്ല പെൺകുട്ടികളും ആയിരുന്നെന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു പൂരം അവിടെ. ഋഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില ചങ്കുകളുണ്ടല്ലോ, അവരെ പോലെയാണ്. നമുക്കൊരു ലൈൻ സെറ്റായി കഴിഞ്ഞാൽ അവന് നമ്മളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അവന് നമ്മളെ കിട്ടണില്ല, നമ്മളിപ്പം അവളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊസസീവ്നെസ് ഒക്കെ കാണിക്കുന്ന, ദേഷ്യം കാണിക്കുന്ന ഒരു ചങ്ക്. ഏറ്റവും ദേഷ്യം ആ പെണ്ണിനോടായിരിക്കും. അതേപോലെയാണ് ഋഷിയുടെ പരിപാടി. ആദ്യം ഋഷിക്ക് ജാസ്മിനോടായിരുന്നു ദേഷ്യം. എന്താണ് കാരണം? ഗബ്രിയെ തന്നിൽ നിന്ന് അകറ്റി. അതേപോലെ ഇപ്പം ഋഷിക്ക് ദേഷ്യം ആരോടാണ്? ശ്രീധുവിനോടാണ് ദേഷ്യം.
പിന്നെ അപ്സരയോടും ദേഷ്യമുണ്ട്. അർജുനെ തന്നിൽ നിന്ന് അകറ്റി. അപ്പോൾ ഈ ഒരു ദേഷ്യപ്രകടനമാണ് അവിടെ നടക്കുന്നത്. ഋഷിക്ക് അവിടെ ആകെ ഇഷ്ടമുള്ള ബഹുമാനമുള്ള രണ്ട് സ്ത്രീകളെന്ന് പറയുന്നത് അൻസുബയും അതേപോലെ തന്നെ ജാൻമണിയാണ്. കാരണം അവരെപ്പോഴും ഋഷിയെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൂടെ നിർത്തും. ഇതാണ് ഋഷിയുടെ ഒരു പരിപാടി. അപ്പം സിബിനെ നല്ല രീതിയിൽ ഋഷി പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സിബിൻ പ്രൊവോക്ഡ് ആവുകയല്ല ചെയ്യുന്നത്, ഋഷി ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. നീ അഹങ്കാരിയാടാ, എനിക്ക് വേറെ ഒരു കാരണം പറയാനില്ല, നീ ഒരു അഹങ്കാരിയാണ്. ഒരു കാരണം ചോദിച്ച സമയത്താണ് ശ്രീധുവിൻ്റെ കാര്യം പറയണത്. അതേപോലെ നീ ഒന്ന് പോടാ കൊച്ചിറക്കാന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഞാൻ കൊച്ചിറക്കാനല്ല, ഞാൻ വീട്ടിലെ വലിയ ഇറക്കാനാണ്, വീടൊക്കെ നോക്കണേ ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിബിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, കാരണം സിബിൻ പറയുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇവിടെയാണ് ജാസ്മിൻ ഒന്ന് തേഞ്ഞത്. കാരണം ജാസ്മിൻ ക്യാപ്റ്റനാണല്ലോ, അടി നടക്കുന്നു, ഇടപെടണം, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, മനുഷ്യനല്ലേ. അതിനകത്തേക്ക് ഇടപെടുന്ന സമയത്ത് പറ്റിപ്പോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞു ഞാൻ പറയാം. അപ്പോൾ സിബിൻ ചോദിച്ചു എൻ്റെ പോയിന്റ് ജാസ്മിൻ പറയുമോ? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ പറയാം. അന്നെങ്കിൽ ജാസ്മിൻ കാണട്ടെ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് സിബിൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇപ്പം സിബിന് പറയാനുള്ള കാര്യം ജാസ്മിന് പറയാൻ പറ്റത്തില്ല, ഋഷിക്ക് ചോദിക്കാനുള്ള കാര്യം ജാസ്മിന് ചോദിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ജാസ്മിൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണ്. സായി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ജാസ്മിൻ്റെ വ്യൂ പോയിന്റ് കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് പവർ ടീം ഇടപെടുന്നു, ജാസ്മിൻ സൈഡാവുന്നു, ജാസ്മിൻ ആകെ മൊത്തം വിഷമമാവുന്നു. പവർ ടീമിൽ ഗബ്രിയുണ്ട്, എന്നിട്ടും തന്നെ ആരും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബഹുമാനിക്കുന്നില്ല, ആളുകൾ ഇൻസൾട്ട് ചെയ്തു. എന്നിട്ട് സിബിൻ വന്ന് കാര്യങ്ങൾ പറയുന്നു, ഋഷി വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു, അത് ആ വഴിക്ക് പോകുന്നു. പക്ഷേ പിന്നീട് ആരും ജാസ്മിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലെ ജാസ്മിൻ ഇരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതേപോലെ ജാസ്മിൻ ഇത് സംസാരിക്കുന്ന സമയത്ത് അബിയാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയും ചെയ്തു. അപ്പോഴത്തേനും ജാസ്മിന് വല്ലാണ്ട് ദേഷ്യമായി. ജാസ്മിൻ ഇന്ന് വല്ലാണ്ട് തകർന്ന ഒരു ദിവസമാണ്. നല്ല ഗെയിമറാന്നേ ജാസ്മിനെ, എനിക്ക് ഇഷ്ടമാണ്. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കൊക്കെ എന്നെ മടുപ്പിക്കുന്നുണ്ട്. ഈ അപരാധം ഒന്നും പറഞ്ഞുണ്ടാക്കില്ലടേ. കുറേ ആൾക്കാരുണ്ട് ജാസ്മിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസുമായിട്ട് ബന്ധം ആരോപിക്കുക, റിവ്യൂവേഴ്സ് ആരെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂവേഴ്സുമായിട്ട് ബന്ധം ആരോപിക്കുക. അങ്ങനെയൊന്നുമില്ല. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഹെയ്റ്റിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. പെരുമാറ്റ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തൊന്നുമില്ല. ജാസ്മിൻ്റെ പെരുമാറ്റം നമുക്ക് പറ്റില്ല. നമ്മളുടെ ഒന്നും ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള ആളുകളില്ല. പല സമയത്തും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുവാണ് ഇങ്ങനെ ലോകം കാണാത്ത ആൾക്കാരെ പോലെ ഒരുമാതിരി കുഗ്രാമം ആണോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാം. അങ്ങനെ പറയാൻ പാടില്ല, പൊളിറ്റിക്കലി റോങ് ആണ്. കുഗ്രാമം ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്തൊന്നും ആളുകൾ എല്ലാവരെയും മൈൻഡ് ചെയ്യാതെ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ എനിക്ക് വരാറുണ്ട്. ഇന്ന് നോറേനെ അധികം കാണാൻ കിട്ടിയില്ല. പക്ഷേ നോറ വൈകിട്ട് ഓടി തൻ്റെ ക്യാമറയിലേക്ക് ചെല്ലുകയും, സ്വന്തം ക്യാമറ ഉണ്ടല്ലോ, സ്വന്തം ക്യാമറയിലേക്ക് ചെല്ലുകയും ക്യാമറ അപ്പോൾ നോറ വന്നെങ്കിൽ ഓണായേക്കാം എന്ന് വിചാരിച്ച് ഓണായി നോറയ്ക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു സംഭവം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ആ ഒരു നാടകമാണ് ശ്രദ്ധിച്ചത്. പ്രേക്ഷകരിലേക്ക് എന്തോ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്തോ ഡ്രാമയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഡ്രാമ കളിച്ചിട്ടുള്ള ആൾക്കാർ ഋഷി ആൻഡ് അൻസുബയാണ്. അവരും പ്രേക്ഷകരോട് എന്തൊക്കെയോ പറയാനായിട്ട് പോവുകയുണ്ടായി. അത് ഭയങ്കര ഡ്രാമയായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നീടുണ്ടായിരുന്നത് നന്ദനയുടെ സ്റ്റോറിയാണ്. നന്ദനയുടെ സ്റ്റോറി ഞാൻ കേട്ടില്ല. നന്ദനയുടെ സ്റ്റോറിയെ കുറിച്ചിട്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടി മെസ്സേജ് അയച്ച സമയത്ത് എനിക്ക് മനസ്സിലായി അത് എല്ലാവർക്കും ഉള്ളൊരു സ്റ്റോറി ആയിരിക്കും എന്നുള്ളത്. ഓരോ ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ വലിയ അനുഭവങ്ങളാണ്. പക്ഷേ ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേന് ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നല്ല ഡൗട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര കരച്ചിലൊക്കെയാണ്. നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. ഏതായാലും ഞാൻ അങ്ങനെ മോശമായിട്ടുള്ളൊരു കാര്യം പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റോറി കേട്ടില്ല. കേട്ടിട്ട് പറയുകയാണെങ്കിൽ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റോറി കേട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ബിഗ് ബോസിലെ സ്റ്റോറീസ്. അപ്പോൾ ആ ഒരു സ്റ്റോറി കേൾക്കാതെ ഞാൻ അതിൻ്റെ അവസാനത്തെ ഗെയിം നോക്കി കണ്ടു. അതിൻ്റെ അവസാനം ഒരു ഗെയിമുണ്ട്, എല്ലാ സ്റ്റോറിക്കും അവസാനം ഒരു ഗെയിമുണ്ട്. ആരാണ് ആദ്യം ഒന്ന് ഓടി കെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കണം. അതിലൊരു ഗെയിമുണ്ട്. ആ കെട്ടിപ്പിടിക്കുന്ന ആളായിരിക്കും പിറ്റേ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അതുപോലെ ജാൻമണി ആൻഡ് അൻസുബയാണ് വന്നത്. കൊള്ളാം, പരിപാടികളൊക്കെ നൈസാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡും ലൈവൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നന്ദി.